ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം. 1 തീമോത്തിയോസിന്റെ ലേഖനം 4:13 ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഈ ഇടയ ലേഖനത്തിൽ തീമോത്തിയോസിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ചില കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ച് ഇരിക്കാം. വായന, ഉപദേശം, ദൈവവചനം തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചിലർത്തി മുമ്പോട്ട് പോകേണ്ടുന്നതായ ആ കാര്യത്തെക്കുറിച്ചാണല്ലോ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ ജീവിതത്തിന്റെ ഓട്ടത്തിൽ ഒരിക്കലും നാം ട്രാക്ക് തെറ്റി ഓടുവാനായിട്ട് ഇടയാകരുത്. ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ ലക്ഷ്യം മറന്ന് ശ്രദ്ധ വ്യതിചലിക്കുവാനായിട്ടും പാടില്ല. വിജയം കാണുന്നതുവരെ ലക്ഷ്യപ്രാപ്തിക്കായി കഠിനാധ്വാനം ചെയ്യുവാനായിട്ട് നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. എങ്ങനെയെങ്കിലും ഓടിയാൽ പോരാ. ഷൈനി വിൽസൺ ട്രാക്ക് തെറ്റി ഓടി ഒന്നാമതെത്തിയത് ചില നാളുകൾക്ക് മുൻപ് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. വലിയൊരു വാർത്തയായി. എന്നാൽ അത് ഒരു വിജയത്തെക്കാളെല്ലാം ഉപരിയായി ഒരു പരാജയത്തിലാണല്ലോ ചെന്ന് അവസാനിച്ചത്. പരിമിതികളുടെ അതിർത്തി രേഖ നാം ഒരിക്കലും വരച്ച് വയ്ക്കാതിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മോഹഭംഗം ഉണ്ടായെന്ന് വരാം. മോഹഭംഗം അപകർഷതാബോധത്തിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കും അത് നയിക്കുകയും ചെയ്യും. നാം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ഓടുവാനാണ് എബ്രായ ലേഖന കർത്താവ് മുന്നറിയിപ്പ് തരുന്നത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പൂർണ്ണമായി ശ്രദ്ധ ചെലുത്തേണ്ടുന്നതായ കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ വരുന്നതാകുന്ന വലിയ പരാജയമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ആ തേവലക്കര ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിലേക്ക് കടന്നു ചെന്നതായ ആ ഒരു ബാല്യക്കാരൻ താന് ഇലക്ട്രിക് ഷോക്കേറ്റ് മരണപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. എല്ലാവരെയും ഞെട്ടിച്ചതായ ഒരു ദുരന്തമാണ് ആ ദുരന്തം. അതിൽ ചിലരെല്ലാം ശ്രദ്ധ ചെലുത്തേണ്ടതുപോലെ ചെലുത്തിയിരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും അങ്ങനെ ആ ഒരു പിഞ്ചു ബാലകന്റെ മരണം സംഭവിക്കുകയില്ലായിരുന്നു. പലരും പലരെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒത്തിരി ആ വാർത്താ മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെല്ലാം ചർച്ച ചെയ്തെന്ന് പറഞ്ഞിട്ടും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ആ പിഞ്ചു ബാലകൻ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു, നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടു. എന്നാൽ അവിടെ ആരുടെയൊക്കെയോ അശ്രദ്ധ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. കളിക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി കളിക്കും. അങ്ങനെ കളിച്ച കൂട്ടത്തിലാണല്ലോ ആ ബാലകന് ഈ ദുരന്തം നേരിടുവാനായിട്ട് ഇടയായി തീർന്നത്. പക്ഷെ ആ കുഞ്ഞിനെ നമുക്ക് കുറ്റപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല. അത്രത്തോളം ഒരു പ്രായപൂർത്തിയായ കുഞ്ഞല്ലായിരുന്നല്ലോ. എന്നാൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്നവരുടെ അശ്രദ്ധ അത് വലിയൊരു ദുരന്തത്തിൽ പര്യവസാനിച്ചു. നാം ഓർക്കേണ്ടുന്നതായ കാര്യം, നാം ജീവിതമാകുന്ന ഒരു ഓട്ടക്കളത്തിലാണ്. ഈ ഓട്ടത്തിന്റെ പൂർത്തീകരണം നിത്യതയിലാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. അതെങ്ങനെ ഓടണം, എങ്ങനെ ശ്രദ്ധ ചെലുത്തണം എന്നിത്യാദി കാര്യങ്ങൾ ദൈവത്തിന്റെ തിരുവചനത്തിൽ നമുക്ക് ആദ്യോടന്തം തന്നിട്ടുണ്ട്. അതനുസരിച്ച് ആ ഇവിടെ തീമോത്തിയോസിനോട് പറയുന്നത് പോലെ അതിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ വരുവാൻ പോകുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും എന്നുള്ളത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഏവർക്കും ഇടയായി തീരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനലോകത്തില്. രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനലോകത്തില്. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം,